നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഈ വർഷത്തെ തുഞ്ചൻ വിദ്യാരംഭം കലോത്സവം സെപ്റ്റംബർ 24 മുതൽ ഒക്ടോബർ 2 വരെ തിരൂർ തുഞ്ചൻ പറമ്പിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ലോൺഫിഡൻസ് അക്കാദമിയും തിരൂർ AAK മാളും സംയുക്തമായി സൗജന്യ പഠന പരിഹാര ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. നിരവധി വിദ്യാർത്ഥികൾ സംബന്ധിച്ചു. തൃപ്രങ്ങോട് പരപ്പേരി BMUP സ്കൂളിൽ ഫ്ലവേഴ്സ് ഡേ സംഘടിപ്പിച്ചു. സ്കൂളിൽ ചെണ്ടുമല്ലി കൃഷി ഉണ്ടാക്കിയ ഇടത്തിൽ നിന്നാണ് കുരുന്നുകൾ ആഘോഷിച്ചത്. റോഡ് വികസനത്തിന് സ്ഥലം വിട്ടു നൽകി എടക്കുളം AMUP സ്കൂൾ മാതൃകയായി. എടക്കുളത്തെ പരേതനായ VP രായൻകുട്ടിയുടെ കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള UP സ്കൂളിൻ്റെ ഭൂമിയാണ് റോഡ് വികസനത്തിനായി വിട്ടു നൽകിയത്. ആസാദ് M തിരൂരിൻ്റെ സീത എന്ന ഹ്രസ്വചിത്രം റിലീസ് ചെയ്തു. പ്രശസ്ത നാടകപ്രവർത്തക ശ്രീജ ആറങ്ങോട്ടുകര മുഖ്യാതിഥിയായി. BP അങ്ങാടി GMUPS സ്കൂൾ തല സ്പോർട്സ് ചാമ്പ്യൻസ് കാർണിവൽ സംഘടിപ്പിച്ചു. ചടങ്ങ് തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. പുഷ്പ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഈ വർഷത്തെ തുഞ്ചൻ വിദ്യാരംഭം കലോത്സവം സെപ്റ്റംബർ 24 മുതൽ ഒക്ടോബർ 2 വരെ തിരൂർ തുഞ്ചൻ പറമ്പിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സെപ്റ്റംബർ 24 വൈകിട്ട് 5 മണിക്ക് വിനീത നെടുങ്ങാടി വിദ്യാരംഭം കലോത്സവം ഉദ്ഘാടനം ചെയ്യും. തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ വൈശാഖൻ അധ്യക്ഷത വഹിക്കും. കുട്ടികളുടെ വിദ്യാരംഭം ഒക്ടോബർ 2 പുലർച്ചെ 5 മുതൽ തുഞ്ചൻ സ്മാരക മണ്ഡപത്തിലും സരസ്വതി മണ്ഡപത്തിലും നടക്കും. സെപ്റ്റംബർ 24 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് തിരൂർ തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിലെ 10ാം തരം വിദ്യാർത്ഥികൾക്കായി അക്ഷരശുദ്ധി മത്സരം സംഘടിപ്പിക്കും. വൈകിട്ട് 5 മണിക്ക് വിനീത നെടുങ്ങാടി വിദ്യാരംഭം കലോത്സവം ഉദ്ഘാടനം ചെയ്യും. തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ വൈശാഖൻ അധ്യക്ഷത വഹിക്കും. ആലങ്കോട് ലീലാകൃഷ്ണൻ സ്വാഗതവും P. കൃഷ്ണൻകുട്ടി മാസ്റ്റർ നന്ദിയും പറയും. തുടർന്ന് താനൂർ പരമേശ്വര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന സംഗീതാർച്ചനയും മഞ്ജു V. നായർ അവതരിപ്പിക്കുന്ന ഭരതനാട്യവും തുമരക്കാവ് സരസ്വതി സംഘം അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളിയും താനൂർ അഞ്ജലി നാട്യകലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്തങ്ങളും അരങ്ങേറും. വിദ്യാരംഭം കലോത്സവം ഈ സെപ്റ്റംബർ 24 മുതൽ ഒക്ടോബർ 2 വരെ നീണ്ടു നിൽക്കുന്ന പരിപാടി. വിപുലീകരിച്ചിട്ടുള്ള പരിപാടികളൊക്കെ ഇതിന് ആസൂത്രണം ചെയ്തിട്ടുണ്ട് ട്രസ്റ്റ് കൂടിയിട്ട്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് കലോത്സവം ഉദ്ഘാടനം 24 തീയതി 5 മണിക്ക് വിനീത് ശ്രീനിവാസ് ആണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. വിനീത നെടുങ്ങാടി അവരാണ് ഉദ്ഘാടനം. സെപ്റ്റംബർ 25 വ്യാഴാഴ്ച വൈകിട്ട് 5:30 മുതൽ രാത്രി 8 മണിവരെ മുതൂർ സ്വരരംഗ സംഗീത വിദ്യാലയം അവതരിപ്പിക്കുന്ന സംഗീതാർച്ചനയും നിമ V. പ്രദീപ് അവതരിപ്പിക്കുന്ന സെമി ക്ലാസിക്കൽ നൃത്തവും തെക്കുമുറി നൃത്താങ്കണം ഡാൻസ് അക്കാദമി അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളിയും ഹെലൻ സിയും സംഘവും അവതരിപ്പിക്കുന്ന സെമി ക്ലാസിക്കൽ നൃത്തവും കൃഷ്ണലാസ്യ കലാക്ഷേത്രയിലെ A. ശ്രീചിത്ര അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടവും പച്ചാട്രി ഗ്രാമബന്ധു സമ്മോഹന നൃത്തവിദ്യാലയത്തിന്റെ നൃത്യങ്ങളും അരങ്ങേറും. 10 മിനിറ്റ് മുതൽ 2.5 മണിക്കൂർ വരെ നീളുന്ന പരിപാടികളാണ് ഉള്ളത്. നൃത്തവും സംഗീതവും നാടൻപാട്ടും ഒക്കെ ആയിട്ടുള്ള പരിപാടികൾ, അരങ്ങേറ്റങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പതിവ് പോലെ നടക്കുന്നത്. കവികളുടെ വിദ്യാരംഭവും അതേപോലെ തന്നെ നടക്കുന്നതാണ്. പിന്നെ എഴുത്തിൻ്റെ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും വലിയൊരു ഉത്സവം, അക്ഷര പൂജയുടെ ഏറ്റവും വലിയൊരു ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. ഇത്തവണ പാരമ്പര്യ എഴുത്താശാന്മാർക്ക് പുറമെ 40ഓളം വരുന്ന എഴുത്തുകാരും സരസ്വതി മണ്ഡപത്തിൽ എഴുതിക്കാനായിട്ടെത്തും. വൈശാഖ മാഷ്, ആലങ്കോട് ലീലാകൃഷ്ണൻ, P. K. ഗോപി, TD രാമകൃഷ്ണൻ, KP രാമനുണ്ണി, KS വെങ്കിടാചലം, ശത്രുഘ്നൻ തുടങ്ങിയിട്ടുള്ള 40ഓളം വരുന്ന അധ്യാപകരും സാഹിത്യപ്രവർത്തകരും എഴുത്തുകാരുമായ ആളുകളിവിടെ എഴുത്തിനിർത്താനായിട്ട് വരുന്നുണ്ട്.
സെപ്റ്റംബർ 26 വെള്ളിയാഴ്ച വൈകിട്ട് 5:30 മുതൽ രാത്രി 8:30 വരെ ദേവി ദിയ, ഋതിക രഞ്ജൻ ഇരിങ്ങാലക്കുട, നിയ സുനിൽ എന്നിവർ അവതരിപ്പിക്കുന്ന ഭരതനാട്യവും, കലാശ്രീ നൃത്തസംഗീത വിദ്യാലയം അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യയും, സുകുമാരൻ പച്ചാട്ടിരി അവതരിപ്പിക്കുന്ന നാടൻപാട്ടും അരങ്ങേറും. സെപ്റ്റംബർ 27 ശനിയാഴ്ച വൈകിട്ട് 5:30 മുതൽ രാത്രി 7:30 വരെ അതളൂർ തമ്പുരു സംഗീത വിദ്യാലയം അവതരിപ്പിക്കുന്ന ഉപകരണ സംഗീതവും, തൃക്കണ്ടിയൂർ കലാഭാരതി തിരുവാതിര ടീം ദശപുഷ്പം അന്നാര അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളിയും, തിരൂർ ത്രിനേത്ര അക്കാദമിയുടെ ലാസ്യലയവും അരങ്ങേറും. സെപ്റ്റംബർ 28 ഞായറാഴ്ച വൈകിട്ട് 5:30 മുതൽ രാത്രി 8:30 വരെ ഹദിയ അൻവർ അലി അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ സംഗീതവും, ജ്യോതി തിരുവോണം, അയന്ന ജെ പള്ളത്ത്, തൃക്കണ്ടിയൂർ ദർപ്പണ നൃത്ത വിദ്യാലയം എന്നിവർ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളിയും, വണ്ടൂർ അമ്പലപ്പടി ഗീതം തിരുവാതിര കൂട്ടായ്മയുടെ തിരുവാതിരക്കളിയും, സംസ്കാര പെരുവഴിയമ്പലം അവതരിപ്പിക്കുന്ന ഗാഥജാലകവും അരങ്ങേറും. സെപ്റ്റംബർ 29 തിങ്കളാഴ്ച വൈകിട്ട് 5:30 മുതൽ രാത്രി 8 മണിവരെ കെ ശ്രീലക്ഷ്മി അവതരിപ്പിക്കുന്ന ഭരതനാട്യവും, യവിന അനിൽ അവതരിപ്പിക്കുന്ന ക്ലാസിക്കൽ ഡാൻസും, കോട്ടക്കൽ ശ്രീരാഗം നൃത്തകലാലയം അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യയും, അന്നാര നീലാംബരിയുടെ തിരുവാതിരക്കളിയും, തൃക്കണ്ടിയൂർ ലളിതകലാസമിതിയുടെ സംഗീത നൃത്തസന്ധ്യയും അരങ്ങേറും. സെപ്റ്റംബർ 30 ചൊവ്വാഴ്ച വൈകിട്ട് 5:30 മുതൽ രാത്രി 9:15 വരെ കോട്ടക്കൽ പ്രണവാഞ്ജലി കലാക്ഷേത്രയുടെ നൃത്താർച്ചനയും, മാങ്ങാട്ടിരി അശ്വതി തിരുവാതിരക്കളി സംഘം, അമൃത പൂജ എന്നിവരുടെ തിരുവാതിരക്കളിയും, തിരൂർ ദേവകി നന്ദന കലാലയം അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യയും അരങ്ങേറും. ഒക്ടോബർ 1 ബുധനാഴ്ച വൈകിട്ട് 5:30 മുതൽ രാത്രി 9:30 വരെ കോട്ടക്കലെ പ്രണവാഞ്ജലി സംഗീത വിദ്യാലയം അവതരിപ്പിക്കുന്ന സംഗീതാർച്ചനയും, തൃക്കണ്ടിയൂർ മഹിളാ സമാജം അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങളും, കാവ്യയും സംഘവും അവതരിപ്പിക്കുന്ന മയൂരനൃത്തവും, അന്നാര നിശാഗന്ധിയുടെ തിരുവാതിരക്കളിയും അരങ്ങേറും. ഒക്ടോബർ 2 വ്യാഴാഴ്ച പുലർച്ചെ 5 മുതൽ തുഞ്ചൻ സ്മാരക മണ്ഡപത്തിൽ പാരമ്പര്യ എഴുത്താശാന്മാരും സരസ്വതി മണ്ഡപത്തിൽ എഴുത്തുകാരും കുട്ടികളെ എഴുത്തിനിരുത്തും. 9:30 കവികളുടെ വിദ്യാരംഭം തുഞ്ചൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ നടക്കും. വൈകിട്ട് 5:30 തെക്കുമുറി മാളവിക കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന ഭരതനാട്യ കച്ചേരിയും, 6:30 തിരൂർ രാഗമാലിക സ്കൂൾ ഓഫ് മ്യൂസിക് അവതരിപ്പിക്കുന്ന രാഗസുധാരവും അരങ്ങേറും. തുഞ്ചൻ സ്മാരക കോർഡിനേറ്റർ കെ ശ്രീകുമാർ, സൂപ്രണ്ട് ടി.പി. സുബ്രഹ്മണ്യൻ, ട്രസ്റ്റ് അംഗങ്ങളായ പി. കൃഷ്ണൻകുട്ടി മാസ്റ്റർ, അഡ്വക്കേറ്റ് വിക്രമകുമാർ മുല്ലശ്ശേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. വെട്ടന്യൂസ് തിരൂർ. തിരൂർ എ.കെ. മാളിൻ്റെ 6ാം വാർഷികത്തോടനുബന്ധിച്ച് ലോൺഫിഡൻസ് അക്കാദമിയും തിരൂർ എ.കെ. മാളും സംയുക്തമായി സൗജന്യ പഠന പരിഹാര ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. നിരവധി വിദ്യാർത്ഥികൾ സംബന്ധിച്ചു. എഴുതാനും വായിക്കാനും പ്രയാസപ്പെടുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അവർ നേരിടുന്ന ഈ പ്രയാസം എങ്ങനെ ലളിതമായും ശാസ്ത്രീയമായും പരിഹരിക്കാം എന്നതിനെക്കുറിച്ചുമുള്ള ബോധവൽക്കരണ ക്യാമ്പ് എ.കെ. മാളിൽ വെച്ച് നടന്നു. പഠന പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന 2000-ൽ പരം കുട്ടികളെ പരിശീലിപ്പിച്ച് വിജയിച്ച ലേൺഫിഡൻസ് അക്കാദമിയും 6ാം വാർഷികം ആഘോഷിക്കുന്ന എ.കെ. മാളും സംയുക്തമായിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. മക്കളുടെ പഠനകാര്യത്തിൽ വിഷമിക്കുന്ന ഒട്ടേറെ മാതാപിതാക്കൾക്ക് ആശ്വാസകരമായി ഈ ക്യാമ്പ്. ഈ കുട്ടികളെ അത്രയും പഠന പ്രയാസം അനുഭവിക്കുന്ന കുട്ടികളെ പോലെ തന്നെ അവരുടെ അത്രയും വിഷമങ്ങൾ അനുഭവിക്കുന്ന പാരൻസ് നമുക്ക് ചുറ്റിനുമുണ്ട്. അപ്പോൾ അവരുടെ വിഷമങ്ങളും കൂടെ കണ്ടിട്ടാണ് ഓരോ പാരൻസും ലോൺഫിഡൻസിലേക്ക് വിളിക്കുന്നത്. എൻ്റെ മക്കളെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ ഇതെന്ന് ചോദിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ അനുഭവിക്കുന്ന പാരൻസിനും ഈ ഒരു ലോൺഫിഡൻസ് നമ്മൾ ആശ്വാസം കൊടുക്കുന്നുണ്ട്. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ എങ്ങനെ മുൻപന്തിയിലേക്ക് എത്തിക്കാമെന്ന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കമ്പനിയായ ലേൺഫിഡൻസ് എഡ്യൂക്കേഷൻ ഒരുക്കുന്ന ഒരു ബോധവൽക്കരണ ക്യാമ്പാണ് തിരൂർ എ.കെ. മാളിൽ നടക്കുന്നത്. എ.കെ. മാളിൻ്റെ 6ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം നമ്മുടെ സ്കൂളുകളിലൊക്കെ ബാക്ക് ബെഞ്ചിലിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. സമൂഹം അവരെ പിന്തള്ളുകയാണ് ചെയ്യുന്നത്. അത്തരം കുട്ടികളെ എങ്ങനെ ശ്രദ്ധ കൊടുത്ത് താല്പര്യപൂർവ്വം പഠനത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് എ.കെ. എന്ന് പറഞ്ഞിട്ടുള്ള മാളാണ്. തിരൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാളുകളിലൊന്നും. അവരുടെ ഒരു സാമൂഹിക പ്രതിബദ്ധത, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗത്തോടു കൂടിയാണ് ലേൺഫിഡൻസ് ഈ ഒരു അസോസിയേറ്റ് ചെയ്തിട്ട് ഈ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ലേൺഫിഡൻസ് അക്കാദമി CEO സത്താർ മുനമ്പത്ത്, ലേൺഫിഡൻസ് അക്കാദമി ജനറൽ മാനേജർ അമൽ പി. മോഹൻ, ഡോക്ടർ മുനീറ എന്നിവർ സംസാരിച്ചു. എ.കെ. മാൾ മാർക്കറ്റിംഗ് മാനേജർ കെ. മുഹമ്മദ് ഷെരീഫ്, HR മാനേജർ മുഹമ്മദ് അസ്ലം എന്നിവർ നേതൃത്വം നൽകി. വെട്ടന്യൂസ് തിരൂർ. തൃപ്രങ്ങോട് പരപ്പേരി BEM UP സ്കൂളിൽ ഫ്ലവേഴ്സ് ഡേ സംഘടിപ്പിച്ചു. അധ്യാപകരും PTA-യും പഞ്ചായത്തിൻ്റെ സഹായവും ചേർന്ന് സ്കൂളിൽ ചെണ്ടുമല്ലി കൃഷി ഉണ്ടാക്കിയ ഇടത്തിൽ നിന്നാണ് കുരുന്നുകൾ ആഘോഷിച്ചത്.
ആഘോഷത്തിൽ കുട്ടികൾക്ക് വർണ്ണശഫളമായ പൂക്കളവേഷം ഒരുക്കിയത് KGയിലെ ടീച്ചർമാരാണ്. കഴിഞ്ഞ ഓണത്തിന് സ്കൂളിൽ പൂക്കളം ഒരുക്കിയതും ഇവിടെ നിന്ന് പൊട്ടിച്ച പൂക്കൾ കൊണ്ടായിരുന്നു. നിറയെ വർണ്ണപ്പൂക്കളുമായുള്ള ഈ ഒരു ഉദ്യാനത്തിൽ അതോടൊപ്പം തന്നെ ഈ കുഞ്ഞു പൂക്കളുമായി ഒരുമിച്ച് ഇവിടെ നിൽക്കുന്ന ഒരു ദിനമാണിന്ന്. പരപ്പേരി VMUP സ്കൂളിലെ ഈ ഒരു ചെറിയ ഉദ്യാനത്തിൽ ഈ കുഞ്ഞു മക്കളോടൊത്ത് ഇന്ന് ഈ ഒരു ഫ്ലവേഴ്സ് ഡേ ഈ വിദ്യാലയം ആഘോഷിക്കുകയാണ്. നന്മയുടെയും സ്നേഹത്തിന്റെയും ഒക്കെ പൂക്കളായിക്കൊണ്ട് ഈ കുഞ്ഞുമക്കളും ഞങ്ങളുടെ കൂടെ ഈ വിദ്യാലയത്തിൽ ഇതുപോലെ വസന്തം വിടർത്തി ഒരുപാട് പരിലാളനകൾ ഏറ്റുകൊണ്ട് വളർന്നു വരുമ്പോൾ ഈ കുഞ്ഞു പൂക്കളും സമൂഹത്തിൽ നാളെ നല്ല നിറങ്ങൾ ചാർത്തിക്കൊണ്ട് നന്മയുടെയും സ്നേഹത്തിന്റെയും ഒക്കെ സുഗന്ധങ്ങൾ പരത്തിക്കൊണ്ടുള്ള നല്ല പൂക്കളായി വിടർന്നു വിലസട്ടെ എന്ന് ഈ ഒരു ഫ്ലവേഴ്സ് ഡേയിൽ ഈ മക്കളോട് ആശംസിച്ചുകൊണ്ട് ഇങ്ങനെയൊരു മനോഹരമായ ഒരു പൂക്കളം നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ഉദ്യാനം ഇവിടെ രൂപപ്പെട്ടതിൻ്റെ പ്രധാന കാരണം ഈ വിദ്യാലയത്തിൻ്റെ PTA-യും ഇതിനോട് തോൾച്ചേർന്ന് നിൽക്കുന്ന OSA-യും ഈ വിദ്യാലയത്തിലെ അധ്യാപകരും എല്ലാം കുട്ടികളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രയത്നിച്ചതിൻ്റെ ഒരു പരിണിത ഫലം കൂടിയാണ് ഈ മനോഹരമായ ഈ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ഉദ്യാനം എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഏവർക്കും പ്രധാനാധ്യാപകൻ പ്രമോദ് കുമാർ, മെവിൻ പടിപ്പുര, A. സരിത, T. അനുഷ, PTA പ്രസിഡന്റ് ഷാജി ആചാരിപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടന്യൂസ് തൃപ്രങ്ങോട്. റോഡ് വികസനത്തിന് സ്ഥലം വിട്ടുനൽകി എടക്കുളം AMUP സ്കൂൾ. എടക്കുളം കിഴക്കൻമുക്ക് മണ്ണാരംകുന്ന് റോഡിൻ്റെ വികസനത്തിനാണ് എടക്കുളത്തെ പരേതനായ VP രായൻകുട്ടി ഹാജിയുടെ കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള UP സ്കൂളിൻ്റെ ഭൂമി റോഡ് വികസനത്തിനായി വിട്ടുനൽകി മാതൃകയായത്. സമീപത്തെ ലീഗ് ഓഫീസിന് പുറകുവശത്തു നിന്ന് ആരംഭിക്കുന്ന സ്കൂളിന്റെ ചുറ്റുമതിൽ സ്കൂൾ ഗേറ്റ് വരെ പൊളിച്ചുമാറ്റിയാണ് റോഡ് വികസനത്തിന് ഭൂമി വിട്ടു നൽകിയത്. ഏകദേശം 2 അടിയോളം വീതിയുള്ള സ്ഥലമാണ് സ്കൂൾ വിട്ടു നൽകിയത്. നിലവിലെ സ്കൂൾ മാനേജർ VP ഹുസൈൻ, മുൻ മാനേജർ VP മുഹമ്മദ് എന്നിവർ ഉൾപ്പെട്ട കുടുംബമാണ് നാട്ടുകാരുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഭൂമി വിട്ടു നൽകിയത്. ഏറെ ഗതാഗതക്കുരുക്ക് അനുഭവിക്കുന്ന കിഴക്കൻമുക്ക് മണ്ണാരംകുന്ന് റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തികൾ ദിവസങ്ങൾക്ക് മുമ്പാണ് ആരംഭിച്ചത്. വെട്ടന്യൂസ് തിരുനാവായ. ക്രിയേഷനും ജാല ഫിലിം സൊസൈറ്റിയും ചേർന്നൊരുക്കി M. ആസാദ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സീത എന്ന ഹ്രസ്വ ചിത്രത്തിൻ്റെ ഗ്രാൻഡ് പ്രീമിയർ ഷോ പൂങ്ങോട്ടുകുളം ഗ്രാൻഡ് പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. പ്രശസ്ത നാടകപ്രവർത്തക ശ്രീജ ആറങ്ങോട്ടുകര മുഖ്യാതിഥിയായി. ചടങ്ങിൽ എഴുത്തുകാരൻ വിനോദ് തള്ളശ്ശേരി പ്രഭാഷണം നടത്തി. ജ്വാല ഫിലിം സിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായ ആസാദിന്റെ 2ാമത്തെ സിനിമാ സംരംഭമാണിത്. അപ്പു എന്ന ഹ്രസ്വചിത്രമാണ് ആദ്യത്തേത്. ചടങ്ങിൽ ജ്വാല വൈസ് പ്രസിഡന്റ് CM ജസീന അധ്യക്ഷത വഹിച്ചു. ജ്വാല ട്രഷറർ സാജി സോമനാഥ്, P. ഉണ്ണി എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി VP ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി P. ഹരിദാസ് നന്ദിയും പറഞ്ഞു. ചിത്രത്തിൽ അഭിനയിച്ചവരും അണിയറ പ്രവർത്തകരും ചടങ്ങിൽ സംബന്ധിച്ചു. വെട്ടന്യൂസ് തിരൂർ. BP അങ്ങാടി GMUP സ്കൂൾ തല സ്പോർട്സ് ചാമ്പ്യൻസ് കാർണിവൽ തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. പുഷ്പ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് P. അഷ്റഫ് അധ്യക്ഷം വഹിച്ചു. വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാവുമായ സൽമാൻ കള്ളിയത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്ത് സല്യൂട്ട് സ്വീകരിച്ചു. ഹെഡ്മാസ്റ്റർ P. സുരേന്ദ്രൻ പതാക ഉയർത്തി. MTA പ്രസിഡന്റ് K. ധന്യ, സ്റ്റാഫ് സെക്രട്ടറി G. സരിത, സ്മിത ബാബു, C. ഖാലിദ്, ഫിറോസ്, V. മുഹമ്മദ് സുഹൈബ്, ടിൻഡു, ലീന, അബ്ദുറഹിമാൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഹെഡ്മാസ്റ്റർ P. സുരേന്ദ്രൻ സ്വാഗതവും KP രാകേഷ് നന്ദിയും പറഞ്ഞു. 4 ഹൗസുകളിലായി 600ഓളം കായിക പ്രതിഭകൾ വിവിധ ഇനത്തിൽ പങ്കെടുത്തു. വെട്ടന്യൂസ് തലക്കാട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.